സ്വാഗതം. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണം പരിശോധിക്കുന്ന ഗൗരവമുള്ള രാഷ്ട്രീയ ചർച്ചകളിലേക്കാണ് CPM കടക്കുന്നത്. ഇന്നലെയും ഇന്നുമായി നടക്കുന്ന വിശാലമായ സംസ്ഥാന നേതൃയോഗങ്ങളിലെല്ലാം ചർച്ച ഈ കാരണം പരിശോധിക്കലാണ്. ഈ കാരണം മുഖ്യമായും കണ്ടെത്തുന്നത് ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ തങ്ങളെ ഗൗരവമായി ബാധിച്ചു. ശബരിമലയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ പിഴവുകൾ തന്നെ സംഭവിച്ചു. അത് തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിക്ക് മുഖ്യ കാരണമായി എന്ന വിലയിരുത്തലാണ്. ഇത്തരമൊരു വിലയിരുത്തൽ തിരുവനന്തപുരത്ത് നടക്കുന്നതിനിടയിലാണ് അതിസുപ്രധാനമായൊരു നീക്കം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SIT സംഘം നടത്തിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഏറ്റവും ഒടുവിൽ CPM നോമിനിയായി ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്ന PS പ്രശാന്തിനെയാണ് SIT സംഘം പിടികൂടിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഏത് നിമിഷവും തൻ്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചതിന് തൊട്ടു പിന്നാലെ SIT പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തു. സർക്കാരിൻ്റെ രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഇതിന് പിന്നിലെന്നും ആരോപിച്ചുകൊണ്ടായിരുന്നു പ്രശാന്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. എന്നാൽ CPM പ്രശാന്തിനെ കൈവിടുകയാണോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിനകം പുറത്തുവന്ന പ്രധാനപ്പെട്ട CPM നേതാക്കളുടെ പ്രതികരണങ്ങളെല്ലാം ഇതിനകത്തൊരു രാഷ്ട്രീയ നീക്കം അവർ കാണുന്നില്ല. അങ്ങനെയെങ്കിൽ PS പ്രശാന്തിനെ കൈവിടുന്നു, പ്രശാന്തിന് വീഴ്ചയുണ്ടോ എന്ന കാര്യത്തിൽ തങ്ങൾക്ക് ഉറപ്പില്ല, SIT പരിശോധിക്കട്ടെ. ഈ തരത്തിലാണിപ്പോൾ CPM നേതാക്കളുടെ പ്രതികരണങ്ങൾ. കേൾക്കാം. അതേ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. ഇടതുപക്ഷ ഗവൺമെൻറ്റിനൊന്നും മറച്ചു വെക്കാനുണ്ടായിരുന്നില്ല. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അന്ന് വ്യക്തമാക്കിയതാണ്. അതിൻ്റെ നടപടിക്രമങ്ങളാണ് തുടരുന്നത്. പക്ഷേ ഇത്തരം പ്രശ്നങ്ങളെ ഒരിക്കലും രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്നത് ആർക്കും ഭൂഷണമല്ല. വസ്തുതാപരമായി വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ വിലയിരുത്തി സത്യസന്ധമായി ഏത് നടപടികൾ സ്വീകരിക്കുന്നതിന് ഞങ്ങൾ ഒരിക്കലും എതിർത്തിട്ടില്ല. എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ. അന്വേഷണം നടക്കില്ല. അദ്ദേഹം രാഷ്ട്രീയ പ്രേരിതമായ നീക്കങ്ങൾ എന്ന നിലപാട് പലപ്പോഴും PS പ്രശാന്ത് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞല്ലേ. പാർട്ടിക്ക് അങ്ങനെ ഒരു നിലപാടില്ല. ഇല്ല, ഞാനിപ്പോഴല്ലേ പറഞ്ഞു. നമ്മൾ അന്നൊന്നും കള്ളതായിട്ട് നമ്മുടെ അറിവിലില്ല. ഇനി എന്തെങ്കിലും ഇവർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പരിശോധിച്ചിട്ട് പറയാം. ഇതാണ് CPM നേതാക്കൾ, രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ നടത്തിയ പ്രതികരണം. അതിലൊന്ന് മുൻ ദേവസ്വം മന്ത്രി കൂടിയാണ് എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? രണ്ട് സാധ്യതകൾ നമുക്ക് വെക്കാം. ഒന്ന്, സ്വർണ്ണക്കള്ള കേസുമായി ബന്ധപ്പെട്ട് ആർക്കെതിരെ അന്വേഷണം നടന്നാലും അതിനെ ഇനി ന്യായീകരിക്കാനോ അതിനെ തള്ളിപ്പറയാനോ ഇല്ല, അന്വേഷണത്തിൻ്റെ വഴിക്ക് എന്ന പ്രഖ്യാപിത നിലപാടിലേക്ക് CPM എത്തുകയാണോ? അതിന് കാരണം മറ്റൊന്നുമല്ല, സ്വർണ്ണക്കൊള്ള കേസ് തങ്ങൾക്ക് തിരിച്ചടിച്ചു, അതുകൊണ്ട് ആ വിഷയത്തിൽ കരുതലോടെ നീങ്ങുന്നു. രണ്ടാമത്തെ കാര്യം, PS പ്രശാന്തിന് വീഴ്ച സംഭവിച്ചു എന്ന കാര്യം CPM സംശയിക്കുന്നുണ്ടോ എന്ന കാര്യമാണ്. അതാണ് BN വാസുവിൻ്റെ വാക്കുകളിലും ഉയരുന്നത്. അപ്പോൾ സ്വാഭാവികമായും CPM ഈ വിഷയത്തിൽ എന്ത് നിലപാട് എന്നതും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഇന്ന് തൻ്റെ അറസ്റ്റിന് തൊട്ടു മുമ്പ് പ്രശാന്ത് ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് നിലപാട് പറയാൻ ശ്രമിച്ചതും ഈ സാധ്യതകളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണോ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രശാന്തും അന്നത്തെ ദേവസ്വം ഭരണസമിതിയെയും തന്ത്രിയെയും പ്രതിയാക്കിക്കൊണ്ടായിരുന്നു SIT നേരത്തെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. 2019 സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക പാളുകളിൽ അളവ് കുറച്ച് സ്വർണം പൂശിയ നടപടി മറച്ചുവെക്കാൻ പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തി എന്നതാണ് SITയുടെ കണ്ടെത്തൽ. അതായത് ദേവസ്വം ചട്ടങ്ങളുണ്ട്, ഹൈക്കോടതിയുടെ ഇടപെടലുകളും നിരീക്ഷണങ്ങളുമുണ്ട്. ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് ദ്വാരപാലക പാളുകൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകി. അന്ന് ഈ സ്പോൺസറും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ചേർന്ന് വർഷങ്ങളായി നടത്തിയ ഒരു പദ്ധതിയിലൂടെ ഈ നീക്കം നടത്തി എന്നതായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. കേസിൽ ഇതുവരെ കുറ്റപത്രം നൽകിയിട്ടില്ല. ഉടൻ തന്നെ SIT കുറ്റപത്രം കോടതിയിൽ വെക്കും. അതിനു മുമ്പ് ഒരു റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ കാര്യങ്ങൾ അറിയിച്ചതിന് പിന്നാലെയാണ് ഈ നീക്കം. എന്തായാലും അറസ്റ്റ് മുൻകൂട്ടി കണ്ടുകൊണ്ട് പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടു പ്രശാന്ത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സെപ്റ്റംബർ 3, അതായത് അടുത്ത മാസം 3 ഹൈക്കോടതി വീണ്ടും കേസ് പരിഗണിക്കാനിരിക്കെ വരും മണിക്കൂറുകളിൽ പുതിയ അറസ്റ്റുകൾ ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. അതായത് PS പ്രശാന്ത് ഈ അവസാനത്തെ അറസ്റ്റ് ആകുമോ, ഇനിയും അറസ്റ്റുകൾ ഉണ്ടാകുമോ? ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് SIT സംഘം സ്വർണ്ണക്കടത്ത് കേസിൽ പുതിയ അറസ്റ്റിന് തയ്യാറാവുന്നത്. സമീപ ദിവസങ്ങളിലൊന്നും ആ അറസ്റ്റ് നടന്നിട്ടില്ല. അന്വേഷണം അതിൻ്റെ ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്കാണ് കടന്നിരുന്നത്. സന്നിധാനത്ത് വീണ്ടും എത്തി ചില ശാസ്ത്രീയ പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. അതിനപ്പുറം പുതിയ അറസ്റ്റൊന്നും ഉണ്ടായില്ല. ഇതാ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ അറസ്റ്റ് നടക്കുമ്പോൾ
ഇനിയും അത് അറസ്റ്റിലേക്ക് പോകുമോ എന്ന ചോദ്യം കൂടിയാണ്. ഇപ്പോഴത്തെ ഈ നീക്കത്തിന് മറ്റൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അത് പ്രശാന്ത് സംശയിക്കുന്നത് പോലെ പുതിയ സർക്കാരിൻ്റെ രാഷ്ട്രീയ സമ്മർദ്ദവും SITക്ക് മുന്നിൽ ഉണ്ടായോ എന്ന ചോദ്യമാണ്. SIT കോടതി നിരീക്ഷണത്തിലാണ്. അത് മുൻ സർക്കാരിൻ്റെ നിലപാട് ഞങ്ങൾക്കൊരു ബന്ധമില്ലെന്ന പുതിയ സർക്കാരും പറയുന്നു. SITയുടെ വഴിയിൽ കോടതിയാണ് നിയന്ത്രിക്കുന്നതെന്ന്. അപ്പോൾ അത്ര കണ്ട് സ്വതന്ത്ര ഏജൻസി തന്നെയായിരുന്നു SIT. ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിൽ എന്ത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ് ഉയരുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, മുൻ സർക്കാരിൻ്റെ കാലത്തെ നിയമനങ്ങളും അന്ന് നടന്ന ദേവസ്വം ബോർഡിൻ്റെ നീക്കങ്ങളിലുമെല്ലാം SIT പൂർണ്ണമായും അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്നതുകൂടിയാണ്. അപ്പോൾ ഈ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട വ്യക്തികൾ മാത്രമായി അത് ഒതുങ്ങുമോ, അതിനപ്പുറമുള്ള കൂടുതൽ നീക്കങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളൊക്കെ ഉണ്ട്. അതായത് അക്കാലത്തെ ദേവസ്വം മന്ത്രിമാർക്ക് പോലും ഇതിൽ പങ്കുണ്ടായിരുന്നു എന്ന ആക്ഷേപം അന്നത്തെ പ്രതിപക്ഷം കോൺഗ്രസ് അടക്കം അത് ഉന്നയിച്ചതുമാണ്. അതിലേക്ക് അന്വേഷണം പോകുമോ എന്ന ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ ആ അന്വേഷണവും ആ ചോദ്യവും ചെന്നെത്തുന്നത് മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരിലേക്കും അന്വേഷണം ഈ SITയുടെ നീക്കം ഉണ്ടാകുമോ എന്ന ചോദ്യമാണ്. വലിയ പ്രധാനപ്പെട്ട നീക്കങ്ങൾ കൂടിയാണ്. കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രനും ആഭ്യന്തരമന്ത്രിയുമായി നടന്ന ചില കൂടിക്കാഴ്ചകളൊക്കെ വലിയ രാഷ്ട്രീയ വിവാദമാക്കിയിരുന്നു. അതും ഇതുമായൊക്കെ കൂട്ടി വായിക്കപ്പെടുമോ എന്നതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ PS പ്രശാന്തിനപ്പുറം പുതിയ അറസ്റ്റുകൾ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ കരുതലിൽ തന്നെയാണ് CPM നേതൃത്വം. കാരണം അറസ്റ്റുകൾ ഉണ്ടായേക്കാം, അതിൽ പ്രതിരോധം വേണ്ട എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ തീരുന്നില്ല, ഈ അറസ്റ്റിന് പുതിയ വഴികൾ ഉണ്ടാകുമോ, ആരൊക്കെ കുടുങ്ങുമെന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഇതുവരെ ദേവസ്വം ബോർഡിൻ്റെ ഭരണ തലപ്പത്തിൽ ഇരുന്നവരെല്ലാവരും ഈ അന്വേഷണ വഴികളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിൽ തനിക്ക് ക്ലീൻ ചിറ്റ്, തനിക്കൊരു പങ്കുമില്ല എന്ന് പറഞ്ഞിരുന്ന PS പ്രശാന്ത് വരെ പോലീസിൻ്റെ SITയുടെ പിടിയിലായി. അപ്പോൾ ഇനി ആര് എന്ന ചോദ്യം കൂടി ഉയരുകയാണ്.